അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി പോത്ത് മന്തി. നമുക്ക് വലിയൊരു പോത്തിനെ കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളിയായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് നല്ല അടിപൊളി മന്തി ഉണ്ടാക്കി എടുക്കാം. അപ്പം ഞങ്ങൾ ഈ പോത്തിനെയൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോഴേക്കും ഈ പോത്തിന് നമ്മൾ മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു അടിപൊളി അടുപ്പുണ്ടാക്കിയിട്ടുണ്ട്. ആ അടുപ്പ് നിങ്ങൾ കണ്ടിട്ട് വരും. അപ്പോൾ ഞങ്ങൾ ഈ പോത്തിനെയൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുക്കാം. എന്താ ചോദിച്ചാൽ അപ്പോൾ നമ്മളിവിടെയാണ് പോത്തിനെ ചൂടാനുള്ള കുഴി എടുക്കാൻ വേണ്ടി പോണത്. ഒരു 6-6.5 അടി ആഴത്തിൽ നമുക്ക് ഒരു കുഴി എടുക്കണം. ഇത് മണ്ണ് ഭയങ്കര വില കെട്ട ദിവസം. അപ്പോൾ നമ്മുടെ കുഴി ഏകദേശം നമ്മൾ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര ആഴം മതി നമുക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ മിനുക്ക് പണികൾ ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഒരാഴ്ചത്തെ പണിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കുഴിക്ക് നമ്മൾ ഒരു ലേക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ കാരണം നമ്മൾ പോത്തിനെ നല്ല അടിപൊളിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കറുത്ത പോത്ത് വെളുത്ത പോത്തായി ഭയങ്കര കൊഴുപ്പ് ചെയ്തത് ഉണ്ടാവും. ഇനി ഇതിൻ്റെ മസാലയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. മതി കുളിച്ച് വെളുത്ത് പോത്ത്. നമുക്കിനി ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. ഇതൊരു ഡ്രൈ മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, മന്തി മസാല പോലെ. അപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലിയാണത്, കുറച്ച് കുരുമുളക് പൊടി. കുരുമുളക് എന്തായാലും പോത്തിന് മസ്റ്റാണ്. ഒരല്പം മഞ്ഞൾപ്പൊടി മുക്കിയുമ്പോൾ ഇതേ പറഞ്ഞ പോലെ. ഉപ്പ് കുറച്ച് കൂടുതൽ, കാരണം നമ്മൾ ഉപ്പ് ഇതിൽ വേറെ ഉപയോഗിക്കില്ല. അതുകൊണ്ട് ഉപ്പ് കുറച്ച് കൂടുതൽ മീറ്റിലൊക്കെ എത്തിപ്പെടാൻ. ഇത് കുറച്ച് ചാറ്റ് മസാലയാണ്. ഒരല്പം ഫുഡ് കളർ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയാണ് നമ്മുടെ പോത്തിൽ തേക്കാൻ വേണ്ടി പോകണം. നമ്മൾ ഫുഡ് കളർ കുറച്ച് കളർ കിട്ടാൻ വേണ്ടി ഇട്ടതാണ്. ഇപ്പോൾ ഫുഡ് കളറൊന്നും നിങ്ങളിതുപോലെ എന്തെങ്കിലും പരിപാടി ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നമ്മൾ നല്ല അടിപൊളിയായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പോത്തിനങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് ചെയ്ത മസാല നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ തേക്കുന്നുള്ളേ നമ്മുടെ ഒരു വിശിഷ്ട അതിഥി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ. വരും ഡോക്ടറെ. ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഡോക്ടർ അറിയാത്ത ആളുകളില്ല. എനിക്ക് വിശിഷ്ടാതിഥി എന്ന് ഫിറോസ്ക പറഞ്ഞേക്കാൾ ഇഷ്ടം എൻ്റെ ഒരു സുഹൃത്തു ഞാൻ പറയാം. അതായിരിക്കും കുറച്ചുകൂടി സുഹൃത്തും കൂടിയാണ്. എൻ്റെ വർഷങ്ങളായി ഞങ്ങൾ പരിചയമുള്ള ആളുകളാണ്. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ എപ്പോൾ ട്രോളിക്കൊണ്ടിരിക്കും. വളരെ സന്തോഷകരമായി നമ്മൾ സ്വീകരിക്കും. കാരണം ട്രോള് വരണം എങ്കിലും നമുക്ക് അല്ല ഈ ട്രോളുകളെ നെഗറ്റീവായിട്ട് എടുക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിനെ 100% പോസിറ്റീവായിട്ട് എടുക്കുന്ന വളരെ കുറച്ച് പേരിൽ ഒരാളാണ് എൻ്റെ സുഹൃത്തു കൂടിയായ ഫിറോസ്. ആളുകൾ ട്രോളട്ടെ, അവർ സന്തോഷം. അതെ അല്ലേ? അങ്ങനെ നമ്മൾ മസാല തേക്കൽ വിടില്ല. നമ്മൾ ഡോക്ടർ നമ്മളോട് കൂടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാർട്ടിസിപ്പേഷൻ അത്ര വേണമല്ലോ. അതെ ഞാനും മസാല തേക്കാൻ അവർ ഡോക്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ മസാലയാണെന്ന്. ജയന്റെ ഓർമ്മകൾ. അതെ, ഇപ്പോഴാണ് നമുക്ക് ജയനെ ഓർമ്മിക്കാൻ പറ്റിയ സമയം.
അങ്ങനെ നമ്മൾ നല്ല മസാലകൾ അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനേക്കാളും വലിയ മസാല സ്വപ്നങ്ങൾ മാത്രം അല്ലേ? അപ്പോൾ ഇനി നമുക്കിതിനെ കുഴിയിലിറക്കണം. അതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ 2-3 മണിക്കൂർ ഇത് റെസ്റ്റ് ഇരിക്കട്ടെ. റെസ്റ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്കിതിനെ കുഴിയിലിറക്കാം. കുഴിയിലിറക്കുക കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ച് റെഡിയാക്കി എടുക്കാം. നമുക്കിനി അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ചിട്ട് ബാക്കി പണി. കിണറ്റിലൂടെ ഇറങ്ങിയ പോലെ പിടിക്കട്ടെ, നല്ലോണം കത്തി പിടിക്കട്ടെ. നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്താൽ ഇപ്പം തീ പടപടപടയാൽ പിടിക്കപ്പോൾ നല്ല ഉണങ്ങിയ പറഞ്ഞാൽ ഓയിൽ ഒഴിക്കുക. കത്തി കഴിയാനായി. ചവുക്ക് വരെ കത്തിപ്പോയി. നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചാണ് നമ്മൾ അടുപ്പിനുള്ളിൽ ഇറക്കി വെക്കാനായിട്ട്. വെള്ളമൊക്കെ അടിപൊളി തിളക്കണ്ടട്ടാ. എടുത്ത് മെല്ലെ ഇത് അടുപ്പിലേക്ക് ഇറക്കാം. അവിടെ രണ്ടാമത്തെ വട്ടം കൂടെ നമുക്ക് ഇറക്കി വെക്കാം. നമ്മളത് തൂക്കാൻ പറ്റില്ല, ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ ചെയ്യുമ്പോഴൊക്കെ നോക്കിയാണ്ട. അങ്ങനെ നമ്മുടെ പോത്ത് അവിടെ ഇരുന്നു. ഈ പതുക്കെ കമ്പികളൊക്കെ വെളിയിലെടുത്ത് നമ്മളെ പോത്തിനെ കുഴിയിൽ ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ചാക്ക് തിരിഞ്ഞാൽ ഇവിടെ മതി മതി ഇരിക്കട്ടെ. അങ്ങനെ പോകാൻ പറ്റുമോ? പോ. അവിടെ ഇരിക്കട്ടെ. റൈറ്റ് അല്ലേ? ഇനി ഒരു 5-6 മണിക്കൂർ കുഴിയിൽ എങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഏകദേശം ഒരു തീരുമാനമാവും. ഇത് സൈഡ് കൂടെ ലീക്കാണ്. ഇവിടെ കുറേശ്ശെ മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ എയർ പോക്ക് നിൽക്കും. അപ്പോൾ നമ്മൾ മണ്ണ് വരാനായിട്ട് ഒരാളിനെയും കൂടി കൂട്ടിയിട്ടുണ്ട്. നമ്മൾ രതീഷിനെ ഒഴിവാക്കി. നമ്മൾ അരുൺ സ്മോക്ക് നമ്മളെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടാ. ഇവരെന്നെ വിളിച്ച് ഇവരിൻ്റെ ഒരു കുറച്ച് ടീമുകൾ വിളിച്ച് പറഞ്ഞു അരുൺ സ്മോക്ക് വരുന്നു. പക്ഷെ ഇവൻ എന്നെ വിളിച്ചില്ല. ഞാൻ ഇവനാളിവിടെ എത്തി. അപ്പോൾ എന്തായാലും വന്നതിന് വളരെ സന്തോഷം. പൊളിക്കാൻ കുറച്ച് സമയം എടുക്കും. 5-6 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ കേട്ടാ. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ടേ പോകാൻ പറ്റും. ഉറപ്പായിട്ടും. നമ്മുടെ പോത്തിന് നമ്മൾ കുഴിയിലിറക്കിയിട്ട് 3-4 മണിക്കൂറായിട്ടുണ്ട്. നമ്മളതിൻ്റെ ചോറ് മന്തി റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു അടിപൊളി സുവർണാവസരമുണ്ട് നമ്മുടെ വീഡിയോയിൽ. AAA കൊമേഴ്സ് അക്കാദമിയിൽ നിന്ന് നല്ല പ്രഗത്ഭരായ മാഷുമാർ നമ്മളോടൊപ്പം വീഡിയോ ലാസ്റ്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ലാസ്റ്റ് ഭാഗം മിസ് ചെയ്യാതെ കാണുക. നമ്മുടെ ചോറ് നമുക്ക് ദമ്മിട്ട് വെക്കാം. നമ്മൾ ദമ്മിലുണ്ടാക്കണ മന്തിയാണ്. ദമ്മിൽ കുറച്ച് നേരം ഒരു 1/2-3/4 മണിക്കൂർ ഇരിക്കട്ടെ. നമ്മൾ വെച്ചിട്ടിപ്പോൾ ഒരു 4-5 മണിക്കൂറായി.
5.5 മണിക്കൂറാകാനായി. നമുക്ക് മണ്ണൊക്കെ ഒന്ന് മാറ്റി സംഭവം ക്ലിയറാക്കാം. അപ്പോൾ നമ്മൾ പതുക്കെ മൂടി തുറക്കാൻ വേണ്ടി പോവാണ്. പതുക്കെ നമുക്ക് 3 ചാക്കിന് പതുക്കെ മാറ്റാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫോയിൽ പേപ്പറൊക്കെ ശരിക്ക് സെറ്റായിട്ടുണ്ട്. ഒന്നുകൊണ്ടൊന്ന് ഒട്ടി പോത്തൊക്കെ ഒരു പരുവത്തിലായിട്ടാ. അടിപൊളി. നമ്മൾ പതുക്കെ പൊക്കാൻ വേണ്ടി പോവാണ്. പൊളിച്ചോ. നമ്മളെ ബീഫൊക്കെ അടിപൊളി, പോത്തൊക്കെ അടിപൊളിയായി. നമ്മൾ കുഴിൻ്റെ വെച്ച് വെള്ളം വെച്ച് നോക്കിയാൽ അങ്ങനെ കൊഴുപ്പ് മുഴുവൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങും. നമ്മൾ എത്ര വെച്ച് വെള്ളം വെച്ച് ഇപ്പോൾ എത്ര കൂടി ഇരിക്കുന്നത്. നമ്മുടെ ചോറ് എന്തായാലും നോക്കട്ടെ നമുക്ക്. അടിപൊളിട്ടാ. അടിപൊളി. ചോറെടുത്ത് നമുക്ക് ടേബിളിടാം. ചെറിയ ഡെക്കറേഷൻ അല്ലേ രതീഷേ? നമ്മുടെ ഒട്ടകമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. എല്ല് വേറെ അസ്ഥി കൂടെ ഇന്ന് ശരിക്ക് അറുക്കേണ്ട കാര്യമില്ല. ഇതാ വെന്ത് വന്നാലും ചന്തത്തില്ലേ, കിഴിഞ്ഞ് വരാത്ത പോലെ നമുക്ക് അറുത്തെടുക്കാം. ഒട്ടകല്ലേ പോത്ത് അല്ലേ? നല്ല അടിപൊളി സംഭവം. എന്താ അലുവ കഷ്ണം പോലെ. സാധനം ഉണ്ട് കുറച്ച് അവിടെ ഇരിക്കട്ടെ. രണ്ട് പീസായിട്ടതാ. നമ്മുടെ റോസ്റ്റർ ഇപ്പോൾ അറുത്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചൂടില്ലേ? പിടിക്കാൻ പറ്റില്ല. നല്ല ചൂടുണ്ട്. ഇത്ര നേരം ഇതിലിരുന്നല്ലേ. അത് കുറേശ്ശെ അറുത്തെടുക്കാനേ പറ്റുള്ളൂ. ഭയങ്കര ചൂടാണ്. അപ്പം ബാക്കി നമുക്ക് പിന്നെ എടുക്കാം. നമുക്ക് ആദ്യം ടേസ്റ്റ് നോക്കാം. അടിപൊളി. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് സ്ഥലത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതാ ഒഴിച്ചോളേ, സ്ഥലത്തേക്ക് പോകണേ ഒഴിച്ചോളേ. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. ചോറ് ഞാൻ വെച്ചുകൊണ്ട് പറയാം. ചോറ് അടിപൊളി. എങ്ങനെ എടുത്താൽ ചോറ്? സൂപ്പർ അല്ലേ? നിർത്തം കൊഴിക്കണ്ട. ആദ്യം കേൾക്കാം. നമ്മുടെ ബീഫ് ഒന്നും പറയാനില്ല. സംഗതിയൊക്കെ നല്ല പഞ്ഞ് പോലെ ആയിട്ടുണ്ട്. ഞങ്ങൾ കട്ട് ചെയ്ത് എടുത്താണ്. കട്ട് ചെയ്തെടുത്ത് മതിയായി നിർത്തിയിരിക്കാം. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം കട്ട് ചെയ്യാൻ. ചെറിയ മഴത്തുള്ളി. അപ്പോൾ നമ്മുടെ പ്രോമൻറ്റും ഉണ്ട്. ബീഹാർ പ്രോമൻറ്റ് അല്ലേ? ഇൻസ്റ്റാഗ്രാമിലെ ഫേമസ് ആളാണ്. അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ
+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് ഒരു സുവർണാവസരം ഉണ്ടായിരുന്നു പറഞ്ഞിട്ടായിരുന്നു. അതിൻ്റെ ടീമുകളാണ് ഇതിൽ നിരന്നിരിക്കുന്നത്. അപ്പോൾ +2 ഡിഗ്രിയൊക്കെ പഠിച്ച കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ CS, CMA, ACCA പിന്നെ കൊമേഴ്സിൻ്റെ പ്രൊഫഷണൽ കോഴ്സ്. കൊമേഴ്സിൻ്റെ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാനുള്ള നല്ല അവസരമാണ്. സൂപ്പർ ടീച്ചേഴ്സാണ്. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ആളുകളാണ് കേട്ടാ. ഇപ്പുറത്ത് ഇവർക്കും ടീച്ചേഴ്സ്, ഇവർക്ക് നമുക്ക് നല്ല പരിചയമുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് +2 ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ കോഴ്സുകൾ കൊമേഴ്സിൻ്റെ കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും ഒരു കോൺടാക്ട് ചെയ്തുകൊണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ വീഡിയോ എഴുതി കാണിക്കാം. പിന്നെ നമുക്ക് എവിടെയൊക്കെ ബ്രാഞ്ച് ഉണ്ട്? നമുക്ക് ട്രിവാൻഡ്രത്ത്, കൊച്ചി, കാലിക്കറ്റ് 3 സ്ഥലത്താണ് റിപ്ലൈ പോകുന്നത്. ട്രിവാൻഡ്രം, കൊച്ചി, കാലിക്കറ്റ് അല്ലേ? അതെ. പിന്നെ ഫാക്കൽറ്റി ഇപ്പോൾ വെച്ച് നോക്കുമ്പോഴും റിസൾട്ട്സ് ഒക്കെ വെച്ച് നോക്കുമ്പോഴും കേരളത്തിൽ ഇപ്പോൾ ലീഡിങ് റിപ്ലൈ തന്നെയാണ്. അതാണ് നമ്മളോട് വന്നത്. തീർച്ചയായിട്ടും. പിന്നെ അതിൽ കൂടെ നമ്മളിപ്പോൾ ഒരു പുതിയ വിങ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് മൗണ്ട് എന്ന് പറഞ്ഞിട്ട് വിദേശത്ത് പോയി പഠിക്കാനുള്ളൊരു സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിതിൻ്റെ പാർട്ടായിട്ട് തന്നെ ചെയ്യുന്നത്. ഫിറോസ്കാർ ഫുഡ് സൂപ്പർ. നമ്മൾ രാവിലെ താങ്ക് യു. നമ്മൾ രാവിലെ പറഞ്ഞ പരിപാടി നമ്മുടെ കൂടെ ഇതിലുണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് നമ്മുടെ നല്ല മുഹൂർത്തം പോലെ മഴയും പെയ്തു. ഡോക്ടറെ സാധനം മയണൈസ് കൂടി കൂട്ടി കഴിക്കും. ഇത് നമ്മുടെ ബീഫ് എങ്ങനെയുണ്ട്? ബീഫ് അടിപൊളി. ഞങ്ങൾ കുറേ പാടുവിട്ടോട്ടാ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലേക്ക് കൂടി എന്നെ വിളിച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിക്കുന്നതായിരിക്കും. അപ്പം മഴ കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് നിർത്തിയത്. അപ്പം ഇന്നിട്ട് നമ്മൾ ഈ ഫുഡൊക്കെ പാർസലാക്കി നമുക്ക് നമ്മുടെ ഓർഫനേജിൽ കൊടുക്കാൻ കൂടി ഉണ്ടായി. അപ്പോൾ നമ്മൾ അവിടെ എത്തണം. ശരിക്കും ഓക്കെ. അപ്പോൾ കഴിക്കേ, ഇനി മഴ നോക്കേണ്ടതാണ്. എല്ലാം കൂടണം. അപ്പോൾ ഇതിന് നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ പറയും.